നരേന്ദ്രമോദി എന്ന ഒരു ലോക നേതാവിനെ മാത്രമേ പലപ്പോഴും ജനങ്ങൾ കണ്ടിട്ടുള്ളൂ. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹ്യൂമൻ ബീങ്, ഇത്രയും നല്ലൊരു സോൾ ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സാണ് സത്യം പറയുന്നത് അദ്ദേഹത്തിന്. അത് പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു ഗാംഭീര്യത്തിൽ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പോകുന്ന വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ക്യൂട്ട് വീഡിയോസ് കാണാൻ സാധിക്കും. ഇപ്പോൾ മോദിജി ഒരു കടയിൽ നിന്ന് പൊരി വാങ്ങുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായി സംസാരിക്കുന്ന വീഡിയോകൾ. ആ സമയത്ത് നമുക്കൊരു പ്രധാനമന്ത്രിയിൽ നിന്നുപരി വലിയ സ്നേഹമുള്ളൊരു മനുഷ്യനായി മോദിജിയെ കാണാൻ സാധിക്കാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ബേസിക് നേച്ചറാണ്. ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹി ഞാൻ കണ്ടിട്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. അജയ് റായ് എന്ന് പറയുന്ന നേതാവുണ്ട്, അദ്ദേഹത്തിനെതിരെ മത്സരിച്ചതാണ്. അദ്ദേഹം വയ്യാതെ ആശുപത്രി കിടന്നപ്പോൾ നരേന്ദ്രമോദിജി വിളിച്ചന്വേഷിക്കുകയും ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറാണ് അത്. അദ്ദേഹം രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല. പക്ഷേ അത് വളരെയധികം ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിലുള്ള ഇടപെടലെല്ലാം അദ്ദേഹം എന്നോട് പെരുമാറിയിട്ടുള്ളത് വളരെ സ്നേഹത്തോടു കൂടിയാണ്. അവിടെ തിരുവല്ല വന്നപ്പോഴും അദ്ദേഹം തോളിലൊക്കെ നല്ലൊരു അടിയൊക്കെ നിന്നിട്ടാണ് സംസാരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വാത്സല്യം. അപ്പോൾ അന്ന് പടയണിത്തപ്പ് കൊടുത്തപ്പോഴും അത് കൊട്ടുമ്പോൾ അത് ആസ്വദിക്കുന്ന മോദിയെ നമുക്ക് കാണാൻ സാധിക്കും. മോദിജി എത്രത്തോളം ഹാപ്പിയാണ് കേരളത്തിലെ ഈ വിജയത്തിൽ. അദ്ദേഹത്തിന് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് അദ്ദേഹം വിതുമ്പുമായിരുന്നു. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഈ ഒരു വിജയം മനസ്സിൽ തട്ടി സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. അത് ഒരു നേതാവിനൊക്കെ അപ്പുറമാണ്, ഒരു നല്ല ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ലക്ഷണമാണ്. നമുക്കറിയാം തിരുവല്ലയിൽ നരേന്ദ്രമോദിജി വന്ന സമയം എനിക്ക് തോന്നുന്നു അനുപേട്ടനെ സംബന്ധിച്ച് ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും, അത്രത്തോളം സന്തോഷം നൽകിയൊരു മൊമെൻ്റ് ആയിരിക്കും. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അനുപേട്ടൻ കൊടുത്ത ഗിഫ്റ്റ് അതൊരു പടയണിത്തപ്പാണ്. എന്തുകൊണ്ടാണ് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചത്? കാരണം ഞങ്ങളുടെ തിരുവല്ലയിൽ വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ളൊരു മണ്ണാണ് തിരുവല്ല. ശ്രീവല്ലഭൻ്റെ മണ്ണാണ്. ഒത്തിരി പാരമ്പര്യമുണ്ട്. എല്ലാ വിഭാഗങ്ങളുടെയും എന്താ പറയുന്നത് ഒരു വലിയ കേന്ദ്രമാണ് തിരുവല്ല. ഇപ്പം ശ്രീവല്ല ക്ഷേത്രം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചക്കുളത്താവ് ഞങ്ങളുടെ അവിടെയാണ്, പരുമലപ്പള്ളി ഞങ്ങളുടെ അവിടെയാണ്, മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഞങ്ങളുടെ അതുവഴിയാണ് പോകേണ്ടത്, PRDSൻ്റെ കേന്ദ്രം അവിടെയാണ്. അങ്ങനെ എല്ലാ വിഭാഗങ്ങളുടെയും ഒരു കേന്ദ്ര സ്ഥലമാണ് തിരുവല്ല. അതുകൊണ്ട് ഒരു ആത്മീയ സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് തിരുവല്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പടയണിയാണ്. കാരണം പടയണി അവിടുത്തെ ഞങ്ങളുടെ ഭാഗത്തെ ഏറ്റവും വലിയൊരു അവിടുത്തെ ക്ഷേത്ര കലകളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പടയണിയും കഥകളിയും. അത് പ്രത്യേകിച്ച് പടയണി കുറച്ചുകൂടി സംസ്ഥാന സർക്കാരുകളൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പ്രധാനമന്ത്രിക്ക് ആ ഒരു പടയണിത്തപ്പ് കൊടുത്തത് വഴി പടയണി എന്ന് പറയുന്ന ആ ക്ഷേത്രകലയെ കുറച്ചും കൂടി ഒരു ആഗോളതലത്തിൽ റെക്കഗ്നീഷൻ വാങ്ങിച്ചു കൊടുക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. ഞാൻ MLA ആയിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലൊരു വലിയൊരു പഠന കേന്ദ്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയും അവസരമുണ്ട്. തീർച്ചയായിട്ടും അത് എനിക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. പത്തനംതിട്ട ജില്ലയ്ക്ക് അഭിമാനകരമാവുന്ന രീതിയിൽ ഒരു ഒരു പഠന കേന്ദ്രം ഞാൻ കൊണ്ടുവരും. അതുകൊണ്ട് പടയണി എന്ന് പറയുന്ന ആ ക്ഷേത്രകലയെ അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു മുഖ്യമായ ലക്ഷ്യത്തിലൊന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് പടയണിത്തപ്പ് കൊടുത്തത്. അത് മാത്രമല്ല അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു പടയണി എന്താണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നും അതിനെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യണമെന്നും. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇനിയും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പടയണിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ഇപ്പോൾ മോദിജിയുമായി അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ചോദിക്കണം, മോദിജി എത്രത്തോളം ഹാപ്പിയാണ് കേരളത്തിലെ ഈ വിജയത്തിൽ? അദ്ദേഹം വലിയ ഹാപ്പിയാണ്. അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് സംസാരിച്ചു. എനിക്ക് റിസൾട്ടിന് ശേഷം അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ഡൽഹി പോകുമ്പോൾ അദ്ദേഹത്തോട് കാണാൻ ഞാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം വലിയ സന്തോഷത്തിലായിരിക്കും. കാരണം BJPയെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു വിജയം ലഭിക്കുക, ഇത്രയും നല്ലൊരു വോട്ട് ശതമാനത്തിൽ ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു ആൻറ്റി ഇൻക്യുംബൻസി വേവ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പിണറായി വിജയനെതിരെ. എന്നിട്ട് കൂടിയും BJPക്ക് ഇത്രയും നല്ലൊരു വോട്ട് ശതമാനം കിട്ടുക. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമായ കണക്കൂട്ടലൊക്കെ കൃത്യമായ രാഷ്ട്രീയം അറിയാവുന്ന വ്യക്തികളാണല്ലോ നരേന്ദ്രമോദിജി, അമിത്ഷാജിയൊക്കെ. അതുകൊണ്ട് 5 വർഷം കഴിയുമ്പോൾ BJP അധികാരത്തിൽ വരുമെന്നുള്ളൊരു കണക്കൂട്ടലും ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. അതുകൊണ്ട് ഇനിയും വരുന്ന 5 വർഷം അവരുടെ ഒരു വലിയ പിന്തുണ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അതുകൊണ്ട് മോദിജി ഹാപ്പിയാണ്. നമ്മൾ മോദിജിയുടെ ഒരുപാട് വീഡിയോസ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പോകുന്ന വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ക്യൂട്ട് വീഡിയോസ് കാണാൻ സാധിക്കും. ഇപ്പോൾ മോദിജി ഒരു കടയിൽ നിന്ന് പൊരി വാങ്ങുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായി സംസാരിക്കുന്ന വീഡിയോകൾ. ആ സമയത്ത് നമുക്കൊരു പ്രധാനമന്ത്രിയിൽ നിന്നുപരി വലിയ സ്നേഹമുള്ളൊരു മനുഷ്യനായി മോദിജിയെ കാണാൻ സാധിക്കാറുണ്ട്. ആസ് എ പേഴ്സൺ അദ്ദേഹം എങ്ങനെയാണ് എന്ന് പറയാമോ? അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി എന്ന ഒരു ലോക നേതാവിനെ മാത്രമേ പലപ്പോഴും ജനങ്ങൾ കണ്ടിട്ടുള്ളൂ. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹ്യൂമൻ ബീങ്, എന്താ പറയുന്നത് വളരെ മൃദുവായ ഒരു തൂവൽ സ്പർശം പോലുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. അത്രയും നല്ലൊരു സോൾ ഞാൻ കണ്ടിട്ടില്ല.
ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹത്തിനെതിരെ ഏറ്റവും അധികം വിമർശനങ്ങളും ഒക്കെ ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഒരു അജയ് റായ് എന്ന് പറയുന്നൊരു നേതാവുണ്ട്. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചതാണ് ബനാറസിൽ. അദ്ദേഹം വയ്യാതെ ആശുപത്രി കിടന്നപ്പോൾ നരേന്ദ്രമോദിജി വിളിച്ചന്വേഷിക്കുകയും ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറാണ് അത് അദ്ദേഹം രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല. ഒരിക്കലും അജയ് റായ് ഒന്നും BJP വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോട്ടൊന്നും BJP കിട്ടാനും പോകുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ വളരെയധികം ഒരു മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം. അത് മാത്രവുമല്ല, കുഞ്ഞുങ്ങളുടെ മനസ്സാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്. അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗാംഭീര്യത്തിൽ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിലുള്ള ഇടപെടലല്ല, അദ്ദേഹം എന്നോട് പെരുമാറിയിട്ടുള്ളത് വളരെ സ്നേഹത്തോടു കൂടിയാണ്. അവിടെ തിരുവല്ല വന്നപ്പോഴും അദ്ദേഹം തോളിലൊക്കെ നല്ലൊരു അടിയൊക്കെ തന്നിട്ടാണ് സംസാരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വാത്സല്യം, അദ്ദേഹത്തിൻ്റെ ഒരു സഹജമായ ഒരു മനുഷ്യസ്നേഹം അദ്ദേഹത്തിനുണ്ട്. അത് എന്നോട് മാത്രമല്ല, ആരെ കണ്ടാലും അദ്ദേഹം പെട്ടെന്ന് വികാരാധീനനാവും. അമിത്ഷാജി ഒന്നും അത്രയും വികാരത്തിന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം, നരേന്ദ്രമോദി എത്ര തവണ നമ്മൾ ചെറിയ കാര്യത്തിന് പോലും, എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ തിരുവനന്തപുരത്തു നിന്ന് നമ്മുടെ കോർപ്പറേഷൻ വിജയവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിന് ശേഷം ഡൽഹി കൊണ്ടുപോയല്ലോ നമ്മുടെ കൗൺസിലർമാരെ. എന്നിട്ട് നരേന്ദ്രമോദിജിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലാണ്. അപ്പം നമ്മൾ 50 പേരോളം ഇരിപ്പുണ്ട്, ഞാനും ഉണ്ട്, നരേന്ദ്രമോദിജിയും രാജീവ്ജിയൊക്കെ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇറങ്ങി വന്നു. എന്നിട്ട് പിന്നെ 1 മണിക്കൂർ അദ്ദേഹം എല്ലാവരോടൊപ്പം നിന്നാണ് 1 മണിക്കൂർ നേരം എല്ലാവരോടും സംസാരിച്ചത്, നിന്ന് ഇൻട്രാക്ട് ചെയ്ത് സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയപ്പം അദ്ദേഹം ഒരു 2 മിനിറ്റ് അദ്ദേഹം എന്താ പറയുന്നത്, അദ്ദേഹത്തിന് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് അദ്ദേഹം വിതുമ്പുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഈ ഒരു വിജയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വലിയ എന്താ പറയുന്നത്, ഒരു മനസ്സിൽ തട്ടി സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. അദ്ദേഹം കേരളത്തിലെ ബലിദാനികളെ അന്നേരം ഓർത്തു, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അത് ഒരു നേതാവിനൊക്കെ അപ്പുറമാണ്, ഒരു നല്ല ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ലക്ഷണമാണ്. അത് 2-3 മണിക്കൂർ അല്ല 2-3 മിനിറ്റ് നേരം എല്ലാവരും നിശബ്ദരായി ഒരു വല്ലാത്ത ഒരു വികാരത്തിലേക്ക്, ഒരു വികാരാധീനരായ 2-3 മിനിറ്റുകളായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോഴും ആ ഒരു ചിത്രം മനസ്സിൽ വരും. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. ഇത്രയും നല്ലൊരു മനുഷ്യസ്നേഹി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ എന്താ പറയുന്നത് ഒരു അനുഗ്രഹമാണ് ഭാരതത്തിനുള്ള. നമുക്കറിയാം, ഇപ്പോൾ അന്ന് പടയണിത്തപ്പ് കൊടുത്തപ്പോഴും അത് കൊട്ടുമ്പോൾ അത് ആസ്വദിക്കുന്ന മോദിയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് തോന്നും, ഈശ്വര, നമ്മുടെ രാജ്യത്തിന് പ്രധാനമന്ത്രി അല്ലേ ഇത്രയും സൗമ്യനായി, ഇത്രയും ലാളിത്യത്തോടു കൂടി നമ്മൾ. അദ്ദേഹത്തിന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പം അടൽജി പോലും ബ്രേക്ക് എടുക്കുമായിരുന്നു. ഹിമാചലിലൊക്കെ പോയി അദ്ദേഹം 2-3 ദിവസമൊക്കെ വെക്കേഷൻ എടുക്കുമായിരുന്നു. നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞതൊക്കെ ആസ്വദിക്കാം. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള, എനിക്കൊന്ന് അദ്ദേഹത്തിന് വാദ്യോപകരണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്, വാദ്യോപകരണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം ഫോട്ടോഗ്രാഫി ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നത് ഇലക്ഷൻ റാലിക്കിടയിലാണ്. നമ്മൾ കണ്ടില്ലേ, ബംഗാളിൽ ഇലക്ഷൻ്റെ പ്രചരണത്തിനിടയിലാണ് അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി പോലും ചെയ്യാൻ കിട്ടുന്നത്. അദ്ദേഹത്തിന് അപ്പം സ്വന്തം പേഴ്സണലായിട്ടുള്ള സന്തോഷങ്ങൾ പോലും അദ്ദേഹം മാറ്റി വെച്ചുകൊണ്ടാണ്. എന്നാലോചിക്കണം, നമുക്ക് പോലും ഒരു അരമണിക്കൂർ സ്വസ്ഥമായി ഇരുന്ന് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഹോബീസും ഒക്കെ ചെയ്യാൻ നമുക്ക് തോന്നാറുണ്ട്. അദ്ദേഹത്തിന് അതുപോലും ചെയ്യാനുള്ള സമയമില്ല. അദ്ദേഹം അതിന് പോലും സമയം ചെലവഴിക്കാതെ, അതുപോലും അദ്ദേഹത്തിൻ്റെ വർക്കിനിടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതുപോലെ ആസ്വദിച്ച് പോവുകയാണ്. അപ്പോൾ അത്രയും അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി മാത്രം സ്വന്തം ചെറിയ ഇഷ്ടങ്ങൾ പോലും മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതികൾ പോലും, അദ്ദേഹത്തിന് നല്ല ഭക്ഷണം കഴിക്കണം അദ്ദേഹത്തിനും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യം ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആഹാരം പോലും അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഗുജറാത്തികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഈ അടുത്തിടെല്ലാം അത്രയധികം സ്വീറ്റ്സ് കഴിച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അതൊക്കെ അന്ന് ആ പടയണിത്തപ്പ് കൊട്ടിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന് ആ ചെറിയ ഇഷ്ടങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങനെയെങ്കിലുമൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചല്ലോ എന്നുള്ളതാണ് എനിക്ക് അന്നേരം എൻ്റെ മനസ്സിൽ തോന്നിയത്. ഒപ്പം തന്നെ നമുക്കറിയാം, മോദിജിയെ സംബന്ധിച്ച് അന്ന് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് മോദിജി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത സമയത്ത് സ്ത്രീകളോട് മാപ്പ് പറയുന്ന ഒരു മോദിജിയെ കണ്ടു. എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നമ്മളോട്, അതിൻ്റെ ആവശ്യം അദ്ദേഹത്തിനില്ല. അത് കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള തെറ്റല്ല. എന്നാലും അതിന് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. അത് അത്രത്തോളം മൂല്യമുള്ള, അല്ലെങ്കിൽ അത്രത്തോളം രാജ്യസ്നേഹമുള്ള ഒരു വ്യക്തിയായതുകൊണ്ടല്ലേ? രാജ്യസ്നേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില കൺവിക്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൺവിക്ഷനുകൾ പലർക്കും അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ചരിത്രമുണ്ട്. അദ്ദേഹം സംഘത്തിൽ പ്രചാരകനായിരുന്ന സമയം മുതൽ സ്ത്രീകൾ മുമ്പോട്ട് വരണമെന്നുള്ളൊരു ആശയം മുമ്പോട്ട് വെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രചാരണമായിരുന്ന സ്ഥലത്തെ രാഷ്ട്രീയ സേവികാ സമിതിയുടെ പ്രവർത്തകരോട് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഞാൻ ആ പ്രൊജക്റ്റുമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്കറിയാം. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ സേവികാ സമിതിയുടെ പ്രവർത്തകർക്ക് അന്ന് 80കൾ അദ്ദേഹം ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുമായിരുന്നു മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട്. അദ്ദേഹം BJPയുടെ സംഘടനാ സെക്രട്ടറിയായി ഗുജറാത്തിൽ വർക്ക് ചെയ്ത സമയം മുതൽ എന്നും അദ്ദേഹം BJPയിൽ
ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ സ്ത്രീകൾക്ക് കൃത്യമായി പരിഗണന ലഭിക്കാൻ വേണ്ടിയിട്ട് എന്നും വാശി പിടിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലർക്കും അറിയാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഗുജറാത്തിലെ അതായത് അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡൻറ്റും പാർട്ടി സംവിധാനങ്ങളും ലിസ്റ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം ആ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അതൃപ്തി പ്രകടിപ്പിച്ച് പറഞ്ഞു, എനിക്ക് ഈ ലിസ്റ്റിനോട് സഹകരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഖ്യാപിച്ചോളൂ, പക്ഷേ ഈ ലിസ്റ്റിനോട് എനിക്ക് സഹകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു അതിനകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവാണ്. അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് അന്ന് 4 സ്ത്രീകളെ ലോക്സഭയിലേക്ക് അന്ന് ഗുജറാത്തിൽ നിന്ന് പ്രത്യേകം ആഡ് ചെയ്ത് അവർ 4 പേരും ജയിച്ചു വന്നു. അപ്പം ദർശനാബേൻ ജർദോഷ് എന്ന് പറഞ്ഞ് സൂറത്തിൽ നിന്ന് MP ആയി, മന്ത്രിയായി. എനിക്കൊന്ന് ആനന്ദിബേൻ പട്ടേൽ അന്ന്, അങ്ങനെ പലർക്കും അദ്ദേഹം അന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് സീറ്റ് കൊടുത്തിട്ടാണ് അവർ പാർലമെൻറ്റിലെത്തിയത്. എന്നും അതുകൊണ്ട് സ്ത്രീകൾക്ക് BJPയുടെ എനിക്ക് തോന്നുന്നു സൂറത്തിലോ മറ്റോ വെച്ച് 90കളിൽ നടന്ന ഒരു നാഷണൽ എക്സിക്യൂട്ടീവിൽ വെച്ചാണ്, അതോ ചെന്നൈയിൽ വെച്ച് നടന്ന നാഷണൽ എക്സിക്യൂട്ടീവിലാണോ ഏതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അതിൽ വെച്ചാണ് സ്ത്രീകൾക്ക് 30% വേണം, സംവരണം വേണമെന്നുള്ള അതിന് ചുക്കാൻ പിടിച്ച് നരേന്ദ്രമോദിജിയാണ്. അത് പലർക്കും അറിയത്തില്ല. BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവിലാണ് ഇത് ആദ്യമായിട്ട് മുമ്പോട്ട് വെച്ചത്. ഇത് 90കളുടെ അവസാനം നടന്ന സംഭവമാണ്, അത് 2000കളുടെ തുടക്കത്തിൽ. അന്ന് BJPയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന മോദിജി, അദ്ദേഹമാണ് അന്ന് ചുക്കാൻ പിടിച്ചത്. അത് അദ്ദേഹം പൂർത്തീകരിക്കാനുള്ള ശ്രമമായിരുന്നു ഇത്രയും വർഷം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയും മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും അതിനോട് യോജിക്കാൻ സാധിച്ചില്ല. ദൗർഭാഗ്യകരമാണ് ഭാരതത്തിലെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടിയാണ് അദ്ദേഹം അന്ന് വേദനയോടുകൂടി മാപ്പ് പറഞ്ഞത്. കാരണം അദ്ദേഹം ചിരകാല അദ്ദേഹത്തിൻ്റെ സ്വപ്നമായി കരുതിയിരുന്ന ആർട്ടിക്കിൾ 370 അടക്കമുള്ള രാമക്ഷേത്രം അടക്കമുള്ളത് പോലുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്വപ്നമായിരുന്നു അന്ന് പൊലിഞ്ഞത്. പക്ഷേ വരും ദിവസങ്ങൾ അദ്ദേഹം തന്നെ അതിനുള്ള വഴി കാണും. തീർച്ചയായിട്ടും വനിതാ സംവരണം അദ്ദേഹം തന്നെ നടപ്പിലാക്കും, യാതൊരു സംശയവും വേണ്ട. ദേശക്കാരനായ നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടാത്തത് അദ്ദേഹം പ്രകടിപ്പിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു തവണ BJPയുടെ ഏതൊരു മീറ്റിങ്ങിൽ അദ്ദേഹം വന്നു, ലീഡേഴ്സ് എല്ലാം ഉണ്ട്. അന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റിൻ്റെ എന്തോ, അതായത് അദ്ദേഹത്തിനുമൊക്കെ പ്രത്യേക ഭക്ഷണം അറേഞ്ച് ചെയ്തു, പക്ഷെ സാധാരണ പ്രവർത്തകർക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടി. എൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം വഴക്ക് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വലിയ ബഹളം ഉണ്ടാക്കി വഴക്ക് പറയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അതൃപ്തി അദ്ദേഹം കൃത്യമായി പ്രകടിപ്പിക്കും. സംഘടനാ രീതികൾ കൃത്യമായി നടക്കണം. അദ്ദേഹം ഇതൊരു നമ്മുടെ BJPയിലൊരു സംഘടനാ സെക്രട്ടറിക്ക് ചില കാര്യങ്ങളിലുള്ളൊരു വാശിയും ചില സ്ട്രിക്ട്നെസ്സും ഉണ്ടല്ലോ. ഇന്നും അദ്ദേഹം അതേപോലെ കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ആ ലൈഫ് സ്റ്റൈലുമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. എനിക്കൊന്ന് നമ്മുടെ പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറിമാരൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം അദ്ദേഹം അവരെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആ ബെഡ്റൂമിൽ ഇപ്പോഴും അദ്ദേഹം ഒരു വിവാഹ പ്രചാരണമായിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് പുറത്തു വന്ന ആളുകൾ പറഞ്ഞത്. അപ്പം ആ ഒരു രീതി ഇപ്പോഴും തുടരുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കണിശത, അത് ദേഷ്യമല്ല, കണിശത അദ്ദേഹം കാണിക്കും. ചില കാര്യങ്ങൾ കൃത്യമായ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ആ കണിശത കാണിക്കുന്ന വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടാവാറുണ്ട്. പാകിസ്ഥാൻ്റെ അടക്കമുള്ള തീവ്രവാദികൾ ചെയ്യുന്നത്, അത് അദ്ദേഹം അതിന് മറുപടിയും കൊടുക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള വഴിയാണ് അദ്ദേഹത്തിനുള്ള മറുപടിയും കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും വിവരങ്ങൾ നമുക്കൊപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പങ്കുവച്ചതിൽ. വളരെയധികം നന്ദി. വീണ്ടും കാണാം.